അള്ളാഹു ഖുർആനിൽ യൂനസ് അലൈഹിസ്സലാമിന്റെ ചരിത്രം വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ പോലും യൂനസ് അലൈഹിസ്സലാം അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിട്ടില്ല. നബി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വംശപരമ്പരയിൽപ്പെട്ടതാണ്. ഇറാഖിൽ നീനവ എന്ന പ്രദേശത്താണ് യൂനസ് അലൈഹിസ്സലാമിനെ പ്രവാചകനായി അയക്കപ്പെട്ടത്. അവിടുത്തെ ജനങ്ങൾ ബഹുദൈവാരാധനയിലും പാപങ്ങളിലും മുങ്ങിക്കിടക്കുകയായിരുന്നു. അതിനാൽ അള്ളാഹു യൂനസ് നബിയെ നീനവയിലെ ജനങ്ങൾക്ക് പ്രവാചകനായി അയച്ചു. അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഞാൻ അദ്ദേഹത്തെ 1,00,000 അല്ലെങ്കിൽ അതിലുപരി ജനങ്ങളുടെ അടുത്തേക്ക് അയച്ചു. നീനവയിലെ വാസസ്ഥലത്ത് ഏകദേശം 1,20,000 ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം അവിശ്വാസികളാണ്. യൂനസ് അലൈഹിസ്സലാം വർഷങ്ങളോളം അവരെ ഇസ്ലാമിന്റെ പാതയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർ അവരുടെ പാതയിൽ തന്നെ ഉറച്ചു നിന്നു. ആ ആളുകൾ യൂനസ് അലൈഹിസ്സലാമിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ, നബിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ നബി അവരെ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ബോധവാന്മാരാക്കി. അള്ളാഹു പറയുന്നു, ഒരു ദിവസം നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അതിനുശേഷം നിരാശനായി നബി ആ നഗരം വിട്ടു. എന്നാൽ ഒരു പ്രവാചകൻ അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ തന്റെ ജനതയെ വിടാൻ പാടില്ല എന്നുണ്ട്. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതും അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയപ്പോൾ മാത്രമാണ്. യൂനസ് അലൈഹിസ്സലാം തന്റെ ജനങ്ങളെ വിട്ടുപോയപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയുടെ ലക്ഷണങ്ങൾ ആ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഒരു വലിയ കറുത്ത മേഘം അവരുടെ നേരെ നീങ്ങി വന്നു. ആ മേഘത്തിൽ അഗ്നിജ്വാലകൾ കാണാൻ തുടങ്ങി. ആദ്യ ദിവസം തന്നെ ആളുകൾ ഈ മേഘം കണ്ടു. യൂനസ് അലൈഹിസ്സലാം പറഞ്ഞ അതേ ശിക്ഷയാണിതെന്ന് അവർക്ക് മനസ്സിലായി. ആദ്, സമൂദ്, ലൂത്ത് എന്നിവരുടെ ജനതയുടെ ശിക്ഷയെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു. ആ പരീക്ഷണം അവരുടെ വാസസ്ഥലങ്ങൾക്ക് ചുറ്റും വന്നു. അവരുടെ നേതാക്കൾ ഒത്തുകൂടിക്കൊണ്ട് പറഞ്ഞു, ആദ്യ ജനതയ്ക്ക് ശിക്ഷ വന്നതുപോലെ നമുക്കും വരും. വേഗം വരൂ, നിങ്ങൾ എല്ലാവരും പശ്ചാത്തപിക്കൂ. പിന്നീട് എല്ലാവരും തർക്കം അവസാനിപ്പിച്ചു. യൂനസ് അലൈഹിസ്സലാം പറഞ്ഞത് സത്യമാണെന്ന് സമ്മതിച്ചു. എല്ലാവരും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും വിശ്വാസം മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ യൂനസ് അലൈഹിസ്സലാം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടം വിട്ട് ദൂരേക്ക് പോയിരുന്നു. അവർ പഴയ വസ്ത്രങ്ങൾ ധരിച്ച് നിലത്ത് വീണു കരഞ്ഞു. അള്ളാഹുവിന്റെ മാപ്പ് തേടി. അള്ളാഹുവിന്റെ മുമ്പാകെ സുജൂദ് ചെയ്തു. അവരുടെ നേതാക്കൾ എല്ലാവരെയും വേർപെടുത്തി. മാതാവിനെ മകളിൽ നിന്നും പിതാവിനെ മകനിൽ നിന്നും വേർപെടുത്തി. എല്ലാവരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിലും പശ്ചാത്തപിക്കുന്നതിലും തിരക്കിലായിരുന്നു. 3 ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ച് ശിക്ഷ നീക്കിക്കൊടുത്തു. ഖുർആനിൽ പറയുന്നു, യൂനസ് അലൈഹിസ്സലാമിന്റെ ജനതയേക്കാൾ വിശ്വസിച്ച് അതിന്റെ ഫലം നേടിയ വേറൊരു നഗരവുമില്ല. ഇതൊരു വലിയ അത്ഭുതമാണ്. ഒരേ സമയം 1,20,000 പേർ ഈമാൻ അടിയുറച്ചു പറഞ്ഞു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കാർക്കും മാർഗനിർദ്ദേശം നൽകാൻ കഴിയില്ല. എന്നാൽ അള്ളാഹു താൻ ആഗ്രഹിക്കുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നു. ഒരാളെ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവൻ ഉടൻ തന്നെ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം നേർവഴി കാട്ടുന്നയാൾ അള്ളാഹു മാത്രമാണ്. യൂനസ് അലൈഹിസ്സലാമിന്റെ കഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നാം ഒരിക്കലും നിരാശരാകരുത് എന്നാണ്. നമ്മുടെ തെറ്റ് എത്ര വലുതാണെങ്കിലും ഒരാൾ ആത്മാർത്ഥമായി ഹൃദയത്തോടെ പശ്ചാത്തപിച്ചാൽ അള്ളാഹു തീർച്ചയായും അവനോട് ക്ഷമിക്കും. രണ്ടാമത്തെ പാഠം, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതോ ആളുകളെ ക്ഷണിക്കുന്നതോ സത്യം പറയുന്നതോ ഒരിക്കലും നിർത്തരുത് എന്നാണ്. ആളുകൾ കേട്ടാലും ഇല്ലെങ്കിലും മാർഗനിർദ്ദേശം നൽകേണ്ടത് അള്ളാഹുവിന്റെ കൈകളിലാണ്. സന്ദേശം എത്തിക്കുക എന്നതാണ് നമ്മുടെ ജോലി. മൂന്നാമത്തേത്, കോപവും തിടുക്കവും ഒരു വ്യക്തിയെ കുഴപ്പത്തിലാക്കുന്നു എന്നതാണ്. നീനവയിലെ ആളുകളുടെ പ്രവൃത്തിയിൽ നിരാശനായി യാത്ര പുറപ്പെട്ട യൂനസ് അലൈഹിസ്സലാം എത്തിയത് കടൽക്കരയിലായിരുന്നു. അവിടുന്ന് നബി ഒരു കപ്പലിൽ കയറി. കാസ്പിയൻ കടലിടുക്കിലൂടെ കപ്പൽ നീങ്ങി തുടങ്ങി. കനത്ത കൊടുങ്കാറ്റ് ആരംഭിച്ചു. കപ്പൽ മുങ്ങുമെന്ന് എല്ലാവരും ഭയന്നു. കപ്പലിലുള്ളവർ പറഞ്ഞു, ഭാരം കുറയ്ക്കണം. അവർ സാധനങ്ങൾ വലിച്ചെറിഞ്ഞു. എന്നിട്ടും കപ്പൽ തകരും എന്ന അവസ്ഥയിലായിരുന്നു. പിന്നെ അവർ തീരുമാനിച്ചു, ഒരു മനുഷ്യൻ അടിയന്തരമായി കടലിൽ ഇറങ്ങണം. ഒടുവിൽ നറുക്കിട്ടപ്പോൾ എല്ലാ തവണയും യൂനസ് അലൈഹിസ്സലാമിന്റെ പേരാണ് വന്നത്. 3-ാം തവണയും അദ്ദേഹത്തിന്റെ പേരായതോടെ യാതൊരു മാർഗവുമില്ലാതെ കപ്പലിലുള്ളവർ അദ്ദേഹത്തെ കടലിലേക്ക് തള്ളുകയായിരുന്നു. അപ്പോൾ അള്ളാഹു ഒരു വലിയ തിമിംഗലത്തോട് ആജ്ഞാപിച്ചു, അവനെ വിഴുങ്ങുക, പക്ഷേ ഉപദ്രവിക്കരുത്. അങ്ങനെ മീൻ യൂനസ് അലൈഹിസ്സലാമിനെ വിഴുങ്ങി. എന്നാൽ ഒരു നഖം പോലും തൊട്ടില്ല. പ്രവാചകനെ സംരക്ഷിക്കണം എന്ന കൽപ്പനയാണ് അള്ളാഹു തിമിംഗലത്തിന് നൽകിയത്. നബി തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിൽ തഫ്സീർ ആരംഭിച്ചു. പൂർണമായും ഇരുണ്ട രാത്രി, കടലിന്റെ ആയം, മത്സ്യത്തിന്റെ വയറ്
എല്ലാം കൊണ്ടും ഭയാനകമായ അവസ്ഥ. അപ്പോൾ യൂനുസ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നീയല്ലാതെ ആരാധന അർഹിക്കുന്ന മറ്റാരുമില്ല, നീ പരമപരിശുദ്ധൻ, ഞാൻ അത്യാചാരികളിൽ ഒരാളായിരുന്നു. അദ്ദേഹം മറ്റൊന്നും ചോദിച്ചില്ല, അള്ളാഹുവിന്റെ മഹത്വം എടുത്തു പറയുക മാത്രമാണ് ചെയ്തത്. കടലിന്റെ ആഴത്തിൽ ജീവിക്കുന്ന സസ്യങ്ങൾ, മത്സ്യങ്ങൾ എല്ലാം അള്ളാഹുവിനെ മഹത്വപ്പെടുവിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം ദിക്റുകൾ ചൊല്ലാൻ തുടങ്ങി. 4 ദിവസം മുതൽ 40 ദിവസം വരെ അത് തുടർന്നു എന്ന് ചില ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അവസാനമായി അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ തിമിംഗലം നബിയെ കടൽ കരയിലേക്ക് തുപ്പി. ഒരു പിഞ്ചു കുഞ്ഞിനെ ഉമ്മ പ്രസവിക്കുന്നത് പോലെയായിരുന്നു അത്. നബിയുടെ തൊലി തീപ്പൊള്ളലേറ്റ പോലെ ചിതറിപ്പോയി. അള്ളാഹു അവിടെ വലിയൊരു ചെടി വളർത്തി, യഖ്തീൻ. അതിന്റെ വലിയ ഇലകൾ സൂര്യനിൽ നിന്നും നബിക്ക് രക്ഷയായി. അതിൽ സുഗന്ധമുണ്ടായിരുന്നത് കൊണ്ട് കീടങ്ങൾ നബിയുടെ അടുത്തേക്ക് എത്തിയില്ല. പിന്നീട് ഒരു കോഴിക്കിടാവിനെ അയച്ചതുപോലെ ഒരു മാടുചന്തയോട് നബിയുടെ അരികിൽ നിൽക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അതിന്റെ പാൽ കുടിച്ച് യൂനുസ് അലൈഹിസ്സലാം ആരോഗ്യവാനായി. പിന്നീട് അള്ളാഹു പറഞ്ഞു, മടങ്ങിപ്പോകൂ, നിന്റെ ജനത ഇപ്പോൾ സത്യവിശ്വാസികളാണ്. അള്ളാഹു അവരുടെ വിളി കേട്ട് അവരുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അവരെ രക്ഷിച്ചു. ഇതാണ് എല്ലാത്തിനും മേൽ അധികാരമുള്ള അള്ളാഹു. അള്ളാഹുവിന് ഒന്നും അസാധ്യമല്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് എന്ന് പറയുന്നത്. കാരണം അള്ളാഹുവിന് ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹുവിന്റെ കാരുണ്യത്താൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് എന്ന് യൂനുസ് അലൈഹിസ്സലാം നമ്മെ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ ദയ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് യൂനുസ് അലൈഹിസ്സലാമിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്.